തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ പ്രതിസന്ധിയെന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് 24 പുറത്തുവിട്ടതിനു പിന്നാലെ ആരോപണങ്ങൾ തള്ളി ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് DME വിശ്വനാഥൻ പറഞ്ഞു. വിവാദമായതോടെ പഴയ പോസ്റ്റ് ഡോക്ടർ ഹാരിസ് പിൻവലിച്ചു. നീതി നടപ്പാക്കാനായില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചാണ് ഡോക്ടർ ഹാരിസിന്റെ പുതിയ പോസ്റ്റ്. ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിന് പിന്നാലെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്റെ മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിനാൽ മാറ്റിവെക്കേണ്ടി വന്നതിൽ തനിക്ക് ലജ്ജയും നിരാശയുമുണ്ട്. വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞു. സംഭവം വിവാദമായതോടെ ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചു. പിന്നീടിട്ട പോസ്റ്റിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് നീതി പുലർത്താൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു. നമുക്ക് ചട്ടങ്ങൾ പാലിച്ച് നമുക്ക് ചെയ്യാനുള്ള ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ലല്ലോ. നമുക്ക് നേരിലുള്ള നമ്മൾ ചോദിക്കുന്ന ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ചട്ടങ്ങൾക്ക് അത്ര എനിക്ക് പറ്റുള്ളൂ. സംവിധാനത്തെ നാണം കെടുത്താൻ എന്താണ്? സംവിധാനത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ഉപകരണം ഇല്ലാതെ പേഷ്യൻ്റ് ഓപ്പറേഷൻ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡെത്താകുന്നതിനെ കൂടുതൽ നാണക്കേട് വേറെ എന്താണുള്ളത്? സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വിശദമായ അന്വേഷണം നടത്തും. ഫേസ്ബുക്ക് പോസ്റ്റ് ദൗർഭാഗ്യകരമാണെന്ന് DME പറഞ്ഞു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് തികച്ചും ദൗർഭാഗ്യകരമാണ്. നമുക്ക് തികച്ചും തെറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്. ഇന്നലെ 4 കേസ് ഉണ്ടായിരുന്നു. 4 കേസിൽ 3 കേസ് ചെയ്യുകയും ഇതേ ഉപകരണം വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 4ാമത്തെ കേസ് വന്നപ്പോഴാണ് ഇതിൽ ഡാമേജ് വരുന്നതും ആ ഡാമേജ് വന്നുകൊണ്ടാണ് ഈ കേസ് മാറിപ്പോയത്. ഇതിൻ്റെ ഫെബ്രുവരിയിൽ 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഡിസംബറിൽ വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ജൂണിൽ വാങ്ങിക്കാനുള്ള ഓർഡറും കൊടുത്തിട്ടുണ്ട്. അടിയന്തര സ്വഭാവമുള്ള ശസ്ത്രക്രിയയല്ല മാറ്റിവെച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം. ഇക്കഴിഞ്ഞ വർഷം 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ യൂറോളജി വകുപ്പിന് വാങ്ങി നൽകിയെന്നും വിശദീകരിക്കുന്നു. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് എല്ലാം അറിയാമെന്നും മാസങ്ങൾക്ക് മുമ്പ് പ്രതിസന്ധി മന്ത്രിയെ അറിയിച്ചതാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ആരോഗ്യമേഖലയെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന നിലപാടാണ് വകുപ്പിനുള്ളത്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.